ഹായ് ഓൾ. നാളത്തേക്കുള്ള നിഫ്റ്റിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസും ട്രേഡ് സെറ്റപ്പുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട്സിലുള്ള ഫ്യൂച്ചറിന്റെ ലെവൽസും അതുപോലെ തന്നെ നിഫ്റ്റിയുടെ സ്പോട്ട് പ്രൈസിന്റെ ലെവൽ നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. അതായത് നമ്മൾ ഫ്യൂച്ചറിന്റെ ലെവൽ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നിങ്ങൾ മാർക്ക് ചെയ്ത് നോക്കുക. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നു. അപ്പം ഈ വാല്യൂ ഏരിയ ഹൈയും ലോയും ഒക്കെ നമ്മൾ എല്ലാ ദിവസവും കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഈ ഒരു വാല്യൂ ഏരിയന്റെ ലോയിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാല് ആദ്യത്തെ ഒരു 1 അവർ മാർക്കറ്റിന്റെ ഡയറക്ഷൻ താഴെ കാണുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ട്രെൻഡിങ് ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉള്ള കാര്യം നമ്മൾ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നു ഈ ഒരു ഈ ലോയിന്റെ താഴെ, അതായത് കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ലോയിന്റെ താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡൗൺ സൈഡിലേക്കുള്ള ഒരു എൻട്രി പ്ലാൻ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ സ്പോട്ട് പ്രൈസ് ലെവൽ നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നു 23,900 22,950 താഴെ നമുക്കൊരു ഡൗൺ സൈഡിലേക്ക് ഒരു എൻട്രി പ്ലാൻ ചെയ്യാൻ നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നു. അപ്പൊ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ആ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് നല്ല രീതിയിൽ താഴേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ അതിനെ ബേസ് ചെയ്ത് ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് എടുക്കാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ നാളത്തെ നിഫ്റ്റിയുടെ റിവ്യൂ നമ്മൾ നോക്കാനായിട്ട് പോവാണ്. അപ്പം ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ സ്പോട്ട് പ്രൈസിന്റെ ചാർട്ടിലാണ്. അപ്പം നാളത്തേക്ക് നമ്മൾ അപ് സൈഡിലേക്ക് നിങ്ങൾ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യേണ്ട ഒരു ലെവലുണ്ട്. അതായത് ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ഹൈന്റെ മുകളിൽ മാത്രമേ നമ്മൾ ഒരു അപ് സൈഡിലേക്ക് പ്ലാൻ ചെയ്യുള്ളൂ. അപ്പൊ ഞാൻ നേരെ ഒന്ന് ഫ്യൂച്ചറിന്റെ ചാർട്ടിലേക്ക് പോവാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം ഫ്യൂച്ചറിന്റെ ചാർട്ട് നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റ് പ്രൊഫൈലിന്റെ ചാർട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു ഓഡി ടൈപ്പ് ഓഫ് ഓപ്പണിംഗ്, ഒരു പെർഫെക്റ്റ് ഓഡി എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. അതൊരു സ്മാർട്ട് മണി ടൈപ്പ് ഓഫ് ഓപ്പണിംഗ് ആണ്. അതായത് ഹ്യൂജ് ആയിട്ട് ഡൗൺ സൈഡിലേക്ക് ഒരു സെല്ലേഴ്സ് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഹൈന്റെ മുകളിൽ മാത്രമേ നമുക്ക് ഒരു അപ് സൈഡിലേക്ക് ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. കാരണം നല്ല രീതിയിൽ സെല്ലിംഗ് വന്നുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോയാലും ഈ ഒരു ഏരിയ നിന്നൊക്കെ പ്രൈസ് റിജക്ട് ചെയ്ത് താഴേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഇസ് വെരി ഹൈ. ഓക്കെ, അപ്പം നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത് നമ്മൾ ഫ്യൂച്ചറിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു ഏരിയ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. അതായത് 23,118 മുതൽ 23,166 ഇതൊരു മേജർ റെസിസ്റ്റൻസ് ആയിട്ട് ഫ്യൂച്ചറിന്റെ ലെവലായിട്ട് അടുത്ത നാളെയാണെങ്കിലും അല്ലെങ്കിൽ അടുത്ത ഏതെങ്കിലും ദിവസം മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൈസ് ഈ ഒരു ഏരിയയിൽ നിന്ന് റിജക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ ഹൈ ആണ്. അപ്പൊ അതുപോലെ തന്നെ മാർക്കറ്റ് ഈ ഒരു ഹൈനെ കട്ട് ചെയ്ത് നല്ല വോളിയത്തിൽ ഈ ഒരു ലെവലിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഒരു അപ്സൈഡിലേക്ക് എൻട്രി എടുക്കുന്നതാണ് വളരെ സേഫ് ആയിട്ടുള്ള ഒരു മെത്തേഡ്. ഓക്കെ, അപ്പൊ ഇതിന് മുകളിലോട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു നല്ലൊരു അപ്സൈഡ് മൂവ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഈ മാർക്കറ്റ് പ്രൊഫൈലും ഓർഡർ നമ്മൾ നോക്കി ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഒരു സ്മാർട്ട് മണി ആക്ടിവിറ്റി ആണോ അല്ലെങ്കിൽ നല്ലൊരു ഹ്യൂജ് വോളിയം അവിടെ നടക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ ഒരു വോളിയം നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം താല്പര്യമുള്ളവർക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഈ ഒരു ലെവൽ നിങ്ങൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്മാർട്ട് മണി ആക്ടിവിറ്റി നടന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, അപ്പൊ ഞാൻ നേരെ ഫ്യൂച്ചറിന്റെ സ്പോട്ട് പ്രൈസിന്റെ ചാർട്ടിലേക്ക് പോവാണ്. സ്പോട്ട് പ്രൈസ് നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ഹൈ, അപ്പം 23,200 മുകളിൽ മാത്രമേ ഒരു അപ്സൈഡിലേക്കുള്ള എൻട്രി പ്ലാൻ ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 23,350 മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു റെസിസ്റ്റൻസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 23,350 മുതൽ 23,380 വരെയുള്ള ആ ഒരു ഏരിയ ചെറിയൊരു റെസിസ്റ്റൻസ് ആയിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ മാർക്കറ്റ് ഈ ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റി ഈ ഒരു ഏരിയയിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതായത് 23,450 ആ ഒരു ഏരിയ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് റിജക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇവിടെ ഒരു പ്രൈസ് റിജക്ഷൻ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് ഒരു എൻട്രി പ്ലാൻ ചെയ്യാവുന്നതാണ്. എഗെയിൻ മാർക്കറ്റ് കമ്മിങ് ഡേയ്സിൽ മാർക്കറ്റ് ഈ ഒരു ലെവലിന് മുകളിലോട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 23,466 മുകളിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫർദർ ഒരു അപ്സൈഡ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഒരു 5 മിനിറ്റിന്റെ ക്യാനിൽ ബ്രേക്ക് ഔട്ട് ചെയ്ത് സഡൻ ആയിട്ട് നമ്മൾ എൻട്രി എടുക്കാനായിട്ട് പാടില്ല. അപ്പൊ അവിടെയൊക്കെ നമ്മളൊന്ന് കുറച്ച് വെയിറ്റ് ചെയ്ത് മാർക്കറ്റ് 1-2 ക്യാനിലൊക്കെ മാർക്കറ്റ് ഈ ഒരു ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുക. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി 23,470 മുകളിൽ നമുക്ക് മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് തന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്കൊരു 23,500 ലെവല് ഒരു സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യും. അപ്പം ആ ഒരു ലെവലിലൂടെ മാർക്കറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ
നിഫ്റ്റി 23,600 എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 23,733. അപ്പൊ അതൊക്കെ ചെറിയ ലെവൽസ് ആണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു മേജർ മേജർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 23,840 മുതൽ 23,933 വരെയുള്ള ആ ഒരു ഏരിയ ആണ് അടുത്ത ഒരു മേജർ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് റിജക്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ചാർട്ടിൽ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് നോക്കുക. ഇത് സ്പോട്ട് പ്രൈസിന്റെ ലെവൽസ് ആണ്. ഓക്കെ. അതേപോലെ തന്നെ നാളത്തേക്ക് ഞാൻ ഡൗൺ സൈഡിലേക്ക് ഒരു എൻട്രി പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു ലെവലിന്റെ താഴെയാണ്. 22,800 താഴെയാണ് ഡൗൺ സൈഡിലേക്ക് ഒരു എൻട്രി പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് 22,641 ആ ഒരു ലെവലിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇതൊരു സപ്പോർട്ടഡ് ആക്ട് ചെയ്യും. അപ്പം നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു എൻട്രി ഈ ലെവലിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതല്ല ഇനിയിപ്പോ മാർക്കറ്റ് ഈ ഒരു ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ഫ്യൂച്ചറിന്റെ ലെവൽസ് ഞാൻ പറയുന്നുണ്ട്. ആ ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്ത് നോക്കുക. കാരണം ആ ഒരു ലെവലിൽ എന്താണ് പ്രൈസ് റിജക്ട് ചെയ്തതായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പൊ അത് ആ ലെവൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യണം. അപ്പൊ സ്പോട്ട് പ്രൈസിൽ നമുക്ക് ഈ ഒരു ലെവല് റെസിസ്റ്റൻസ് ആണ് 22,950. അതുപോലെ 23,050 വരെയുള്ള ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യും. അപ്പൊ ഈ ഒരു ലെവലിൽ നിന്ന് പ്രൈസ് റിജക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഫ്യൂച്ചറിന്റെ ചാർട്ടിന്റെ ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. ആ ലെവലിൽ നിന്ന് പ്രൈസ് റിജക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് റിജക്ട് ചെയ്ത് കാണുമ്പോൾ നിങ്ങൾക്കൊരു ഡൗൺ സൈഡിലേക്ക് ഉള്ള ഒരു എൻട്രി പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പം ഡൗൺ സൈഡിൽ നമുക്ക് 23,642 ആ ഒരു ലെവൽ മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ 22,460 65 ലെവല് നിങ്ങൾ മാർക്ക് ചെയ്ത് ഒരു സപ്പോർട്ടായിട്ട് മാർക്കറ്റിൽ ആക്ടിവിറ്റി. ഈ ഒരു ലെവലൊക്കെ നമുക്കൊരു ടാർഗറ്റ് മാർക്കറ്റ് ഒരു ഡൗൺ സൈഡിലേക്ക് ഒരു ഡയറക്ഷൻ കാണിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ടാർഗറ്റ് വെക്കാൻ വേണ്ടി നമുക്ക് ഈ ലെവൽസ് ഒക്കെ മാർക്ക് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ അടുത്ത ലെവൽ എന്ന് പറയുന്നത് 22,368 എന്ന് പറയുന്ന ലെവലാണ്. അപ്പൊ അതൊക്കെ ചെറിയ ലെവൽസ് ആണ്. അതുപോലെ നെക്സ്റ്റ് ഒരു കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ലെവൽ എന്ന് പറയുന്നത് 22,285 മുതൽ 22,250 ഈ ഒരു ഏരിയ ഒരു നോട്ട് ട്രേഡിംഗ് സോൺ ആയിട്ട് ഒരു സപ്പോർട്ട് സോൺ ആയിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഫർദർ ഡൗൺ അടുത്ത ഒരാഴ്ചയിൽ എപ്പോഴെങ്കിലും മാർക്കറ്റ് 22,240 ലെവലിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റി ഈ ഒരു ലെവലിലേക്ക് അപ്രോച്ച് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതായത് 21,965 മുതൽ 21,750 വരെയുള്ള ആ ഒരു 744 ആണ് ആ ഒരു ഏരിയ എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ വളരെ മേജർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട്സ് ആണ്. കുറെ ആൾക്കാർ ചോദിക്കാറുണ്ട് മാർക്കറ്റ് ഒരു ബിയറിഷ് ആയിട്ടുള്ള റാലി കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് നിഫ്റ്റിയുടെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മേജർ റെസിസ്റ്റൻസ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇതാണ് അതിന്റെ ഒരു നിഫ്റ്റിയുടെ നെക്സ്റ്റ് ഒരു മേജർ റെസിസ്റ്റൻസ് മേജർ സപ്പോർട്ട് എന്ന് പറയുന്നത് 22,000 ഈ ഒരു ഏരിയ ആണ്. അതായത് ഈ ഒരു ലെവൽ നിങ്ങൾ ഈ ഒരു ഏരിയ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. 21,750 മുതൽ 21,960 ഒരു 22,000 ആ ഒരു ഏരിയ എന്നൊക്കെ പ്രൈസ് എന്താണ് റിജക്ട് ചെയ്യാനുള്ള ചാൻസ് ഇവിടുന്ന് പ്രൈസ് ബൗൺസ് ചെയ്ത് മുകളിലോട്ട് പോകാൻ ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇവിടെ നിന്നൊക്കെ നമുക്കൊരു ലോങ് എൻട്രി നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പൊ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഞാൻ ഫ്യൂച്ചറിന്റെ ചാർട്ടിലേക്ക് പോവാണ്. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു നാളെ മാർക്കറ്റ് ഒരു ചെറിയൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. അതായത് കഴിഞ്ഞ ദിവസം കെ പീരീഡിൽ സിംഗിൾ പ്രിന്റ് ക്രിയേറ്റ് ചെയ്ത ലെവലാണ്. അതായത് 22,866 മുതൽ 22,871 മുതൽ ആ ഒരു സോൺ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. പ്രൈസ് ഈ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്ത് മാർക്കറ്റിംഗ് ഡയറക്ഷൻ മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് റിജക്ട് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു എൻട്രി പ്ലാൻ ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് താഴേക്കുള്ള ഒരു ഡയറക്ഷൻ നമുക്ക് നോക്കാം. ഈ ഒരു ലെവലിലേക്ക് അതായത് ഈ ഒരു POCയിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതായത് മാർക്കറ്റ് ഇതിന്റെ മുകളിൽ ഓപ്പൺ ചെയ്യും. ഇതിന്റെ മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയി ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാർഗറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു POC മാർക്ക് ചെയ്യാം. കഴിഞ്ഞ ദിവസം നേക്കഡ് POC ആണ്. നിങ്ങൾ ഈ ലെവൽ മാർക്ക് ചെയ്ത് വെക്കുക 22,764. അതായത് വരും ദിവസങ്ങളിൽ നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് അപ്രോച്ച് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഈ ഒരു മാർക്കറ്റ് പ്രൊഫൈലിന്റെ ഈ ഒരു പ്രൊഫൈൽ നമ്മൾ നോക്കുമ്പോൾ ഇതൊരു ഇമോഷണൽ ബൈയിങ് ആണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ആ ഒരു നേക്കഡ് POCയിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ നിങ്ങൾ ആ ഒരു ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക.
അപ്പം ഇനിയിപ്പോ മാർക്കറ്റ് മുകളിലോട്ട് പോയാലും മാർക്കറ്റ് ഈ ഒരു ഏരിയ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഫ്യൂച്ചറിന്റെ ചാർട്ടിൽ 23,117 മുതൽ 23,164 വരെ. അപ്പം മാർക്കറ്റ് മുകളിലോട്ട് വന്നാലും ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് താഴേക്ക് കാണിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഡൗൺ സൈഡിലേക്ക് എൻട്രി പ്ലാൻ ചെയ്യാവുന്നതാണ്. ഓക്കെ. അതേപോലെ തന്നെ നമുക്ക് നാളത്തേക്കുള്ള വാല്യൂ ഏരിയ, അതായത് പ്രീവിയസ് ഡേയുടെ വാല്യൂ ഏരിയ ഹൈ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. 23,052 ഈ വാല്യൂ ഏരിയ ഹൈയും ലോയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ 22,896 ഇതാണ് വാല്യൂ ഏരിയ ലോ എന്ന് പറയുന്നത്, ഫ്യൂച്ചറിന്റെ ചാർട്ടാണ്. അപ്പം നാളത്തേക്ക് മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ്, അതായത് ഒരു വാല്യൂ ഏരിയയുടെ മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് ആദ്യത്തെ ഒരു 1 അവർ മാർക്കറ്റിന്റെ ഡയറക്ഷൻ മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ മാർക്കറ്റ് ട്രെൻഡിങ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്, അപ്സൈഡിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ലെവലുകൾ മാർക്ക് ചെയ്യണം. മാർക്കറ്റ് ഈ വാല്യൂ ഏരിയന്റെ മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ആദ്യത്തെ ഒരു 1 അവർ മാർക്കറ്റിന്റെ ഡയറക്ഷൻ മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റ് പ്രൊഫൈൽ ഫ്യൂച്ചറിന്റെ ചാർട്ടിങ്ങൾ മാർക്കറ്റ് ലെവൽ എന്ന് പറയുന്നത് ഒന്ന് ഫസ്റ്റ് ഒരു ലെവല് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 22,296 നിങ്ങൾ സ്പോട്ട് പ്രൈസിന്റെ ലെവൽസ് നോക്കി ടാർഗറ്റ് ഒക്കെ നോക്കാം. ആ സമയത്ത് ഞാൻ പറഞ്ഞ ലെവൽസ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ കാരണം ഇതിന്റെ മുകളിലോട്ട് മാർക്കറ്റ് ഡയറക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ മാർക്കറ്റ് മുകളിലോട്ട് ട്രെൻഡിങ് ഉള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഈ ഒരു പി ഒ സി നെക്വിഡ് പി ഒ സി മാർക്ക് ചെയ്ത് വെക്കുക. 23,366 ഇതൊക്കെ നമുക്കൊരു ടാർഗറ്റ് ആയിട്ട് വെക്കാൻ പറ്റിയ ഫ്യൂച്ചറിന്റെ ലെവൽസ് ആണ്. അതുപോലെ തന്നെ 23,444 ലെവല് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. ഒരു വാല്യൂ ഏരിയ പ്രീവിയസ് ഡേയുടെ ഒരു വാല്യൂ ഏരിയ ആണ്. ഓക്കെ. അപ്പം നാളെ ഇനിയിപ്പോ മാർക്കറ്റ് ഈ ഒരു വാല്യൂ ഏരിയന്റെ ലോയില് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ആദ്യത്തെ ഒരു 1 അവർ മാർക്കറ്റിന്റെ ഡയറക്ഷൻ താഴെ കാണുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ മാർക്കറ്റ് എഗെയിൻ മാർക്കറ്റ് താഴേക്ക് ട്രെൻഡിങ് ആനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പം ഇനിയിപ്പോ മാർക്കറ്റ് ആദ്യത്തെ ഒരു 1 അവർ മാർക്കറ്റിന്റെ ഡയറക്ഷൻ ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഡയറക്ഷൻ മാർക്കറ്റ് മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു പി ഒ സിയിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് ഈ പി ഒ സി 22,981, സെക്കൻഡ് ടാർഗറ്റ് നമുക്ക് 23,050 ലെവലിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് റിജക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങൾ ഈ ലെവൽസ് ഒക്കെ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.